പലർക്കും സംശയമാണ് യൂസ്ഡ് ബുള്ളറ്റുകളിൽ ഏത് വണ്ടിയാണ് നല്ലതെന്ന്. റോയൽ എൻഫീൽഡിൻ്റെ ഏത് വണ്ടി ആയിക്കോട്ടെ, അതിന് ഓരോ വണ്ടിക്കും ഓരോ ഗുണങ്ങളുണ്ട്. കോമൺ ആയിട്ട് 3 സെഗ്മെൻറ്റിലാണ് റോയൽ എൻഫീൽഡ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഒന്ന് കാസ്റ്റ് അയൺ എഞ്ചിൻ, പഴയ മോഡൽ ബുള്ളറ്റ് എന്ന് പറയും. പിന്നെ ഒന്ന് UC എഞ്ചിൻസ്, അതാണിപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന UC എഞ്ചിൻസിനെ പറ്റിയാണ്. UC എഞ്ചിൻസ് ഉള്ള വണ്ടികളിൽ ഏത് വണ്ടിയാണ് നമുക്ക് യൂസ്ഡായിട്ട് എടുക്കാൻ നല്ല വണ്ടി ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. UC എഞ്ചിൻസ് വന്നതിന് ശേഷമാണ് J സീരീസ് വണ്ടികൾ ഇറങ്ങിയത്. അതിൽപ്പെടുന്നതാണ് റീബോൺ ക്ലാസിക്, അങ്ങനെയുള്ള വണ്ടികൾ. UC എഞ്ചിൻസിൽ ഒരു 5-6 മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 350, ക്ലാസിക് 350, ഇലക്ട്ര 350, സ്റ്റാൻഡേർഡ് 500, ക്ലാസിക് 500, ക്ലാസിക് 500 കാർബറേറ്റർ, സ്റ്റാൻഡേർഡ് 500 കാർബറേറ്റർ. പിന്നെ ഒരു റെയർ മോഡലായിട്ടുള്ള GT 535 എന്ന് പറയുന്നൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടികളിൽ സെക്കൻഡ് ഹാൻഡ് നമുക്ക് എടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടി ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വണ്ടികൾക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. റോയൽ എൻഫീൽഡ് UC എഞ്ചിൻസിൽ മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റാൻഡേർഡ് 350 ആണ്, കാർബറേറ്റർ മോഡൽ. സ്റ്റാൻഡേർഡ് 350യുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വണ്ടി കുറച്ച് മെയിൻ്റെനൻസ് കുറവായിരിക്കും. സെൽഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ മോട്ടറും സ്പാർക്ക് ക്ലച്ച് ഇത് രണ്ടും കാണില്ല. ബുള്ളറ്റിൽ കോമൺ കംപ്ലയിൻറ്റ് വരുന്നത് സ്റ്റാർട്ടറിൻ്റെ പ്രശ്നങ്ങളാണ്. അതിന് സ്പാർക്ക് ക്ലച്ച് 4700 രൂപ, സ്റ്റാർട്ടർ മോട്ടർ 2500 രൂപ, ആ റേഞ്ചിൽ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കുറഞ്ഞ് കിട്ടും. പിന്നെ ചെറിയ ടയർ സൈസ് ആയതുകൊണ്ട് തന്നെ ടയറിൻ്റെ റേറ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ബാറ്ററി 5ൻ്റെ ബാറ്ററി ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും. 1500 രൂപ റേറ്റ് വരുള്ളൂ. അതേസമയം ക്ലാസിക്കിനൊക്കെ വരുന്ന ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ 14 ആമ്പിയറിൻ്റെയൊക്കെ ബാറ്ററി ആണെങ്കിൽ 3500 ആ റേഞ്ചിൽ റേറ്റ് വരും. അല്ലാതെ 9ൻ്റെ ബാറ്ററി ആണെങ്കിൽ ഒരു 2500 ആ റേഞ്ചിൽ റേറ്റ് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മെയിൻ്റെനൻസ് കുറഞ്ഞു കിട്ടും. ക്രാങ്ക് വെയിറ്റ് സ്റ്റാൻഡേർഡ് 350 കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ നമുക്ക് 5th ഗിയറിൽ വേണമെങ്കിലും ഒരു സ്ലോയിൽ തന്നെ പോകാൻ പറ്റും. സെൽഫില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു വണ്ടി അത്ര നല്ലതല്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് പെട്ടെന്ന് കാലിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി വരുവാണെങ്കിൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ ഡ്രോബാക്ക്. അപ്പോൾ നമുക്ക് വണ്ടി കയറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെൽഫുള്ള മോഡലാണെങ്കിൽ നമുക്ക് സെൽഫിൽ തന്നെ യൂസ് ചെയ്ത് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ സെക്കൻഡ്സ് സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടാറുണ്ട്. ഇലക്ട്ര 350, ക്ലാസിക്കിനും ഇലക്ട്രിക്കൊക്കെ സെയിം മെയിൻ്റെനൻസ് തന്നെയാണ് വരുന്നത്. ബേക്ക് ചെറിയ ടയറായതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ പവർ കാണും. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കിൻ്റെ ലൈഫും കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഈ വണ്ടിയുടെ ലുക്ക് അത്ര ഇഷ്ടമല്ല. UC സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്ന ഇലക്ട്രിക്കാണ്. ക്ലാസിക് 350 കാണാനൊക്കെ കുറച്ച് ലുക്കും സെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പേരും അന്വേഷിക്കുന്ന വണ്ടി ക്ലാസിക് 350 ആണ്. ക്രാങ്ക് വെയിറ്റ് സ്റ്റാൻഡേർഡിൻ്റെ കാട്ടിയും കുറച്ചുകൂടെ കുറവാണ്. സ്റ്റാൻഡേർഡ് 350 ഓടിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ക്ലാസിക് 350 ഓടിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് 350 വെച്ച് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം സെൽഫും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റേതായ മെയിൻ്റെനൻസ് ക്ലാസിക് 350 ഉണ്ടായിരിക്കും. 120 സൈസ് ബാക്ക് ടയർ വരുന്നതുകൊണ്ട് തന്നെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡിൻ്റെ അത്രയും കിട്ടുന്നില്ല. UCയിൽ തന്നെ BS6 എഞ്ചിൻസ് വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലായിരിക്കും. പൊതുവേ BS6 വണ്ടികൾക്ക് കുറച്ച് കംപ്ലൈൻറ്റ് കൂടുതലാണ്. ചില വണ്ടികൾക്ക് ഒരു 60,000-70,000 കിലോമീറ്റർ ഓടുന്ന വണ്ടികളും കാണാറുണ്ട്, ഒരു കംപ്ലൈൻറ്റും വരാറില്ല. യൂസ്ഡ് BS6 വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ BS6 വണ്ടി എടുത്തിട്ട് അതിനെ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു 17,000 രൂപയൊക്കെ ചിലവ് വരും നമുക്ക് BS3 കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. BS6 വണ്ടികൾ 2020-22 ആ ഒരു മോഡൽ വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. കാരണം പുത്തൻ വണ്ടി ആയതുകൊണ്ട്. പിന്നെ നമ്മൾ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ വണ്ടി അത്രയും അടിപൊളിയായിരിക്കും. ക്ലാസിക് 500ലും ഇതേ അവസ്ഥ തന്നെയാണ്. ഫ്യൂൽ പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസിൽ കുറച്ച് ചാർജ് കൂടുതലാണ്. അതുമല്ല ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ പണിയുമ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര ചാർജ് ആവും. അത് കാരണം 500 പലർക്കും തലവേദന ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ 500ൽ കാർബറേറ്റർ പക്ഷേ ഇറങ്ങുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 500 കാർബറേറ്റർ മോഡലാണ് ഇറങ്ങുന്നത്. ക്ലാസിക് 500 ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയിൽ നമുക്ക് കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 500 പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാനും പറ്റും, മെയിൻ്റെനൻസ് ഇല്ലാതെ കൊണ്ടുനടക്കാനും പറ്റും. 500 ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെക്കാട്ടി മൈലേജ് കുറച്ചുകൂടെ കിട്ടുകയും ചെയ്യും. യഥാർത്ഥ ബുള്ളറ്റിൻ്റെ ഫീൽ അറിയണമെങ്കിൽ അത് 500 തന്നെ ആയിരിക്കും. എഞ്ചിൻ്റെയൊക്കെ പവർ എന്ന് വെച്ചാൽ അന്യായമാണ്. ലേശം വൈബ്രേഷൻ കൂടുതലായിരിക്കും. എന്നാലും ഹീറ്റ് ആവും തോറും ഇതിൻ്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കും. ബുള്ളറ്റിൻ്റെ യഥാർത്ഥ ഫീൽ അറിയണമെങ്കിൽ 500 തന്നെ എടുത്തേ പറ്റുള്ളൂ. GT 535 പല ആൾക്കാർക്കും റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. UC എഞ്ചിൻസിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്ന വണ്ടി ഇതാണ്. അതുപോലെ തന്നെ കിടിലൻ ലുക്കുമാണ്. ആകെയുള്ളൊരു ഡ്രോബാക്ക് പെട്ടെന്ന് പാർട്സ് കിട്ടത്തില്ല. റോയൽ എൻഫീൽഡിൻ്റെ മറ്റുള്ള വണ്ടികളെ പോലെ പെട്ടെന്ന് പാർട്സ് കിട്ടാത്തതിന് ഏതൊരു പ്രോബ്ലം. മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലായിരിക്കും. പാർട്സിനൊക്കെ വില കൂടുതലാണ്.
അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കി വണ്ടി എടുക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ റോയൽ എൻഫീൽഡ് എടുക്കാവുള്ളൂ. ഡെയിലി യൂസിനൊന്നും പറഞ്ഞുള്ള രീതിയിലൊന്നും പോയി എടുത്തുകളയരുത്. ഈ വണ്ടിയിലൂടെ ഇഷ്ടമുള്ളവർ മാത്രമേ റോയൽ എൻഫീൽഡ് എടുക്കാവുള്ളൂ. ഡ്യൂക്കും R15 ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്നും പോയി ഈ റോയൽ എൻഫീൽഡ് എടുക്കരുത്. റോയൽ എൻഫീൽഡ് ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതുപോലെ വർക്കിംഗ് ഒക്കെ പുഷ് റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ്റനൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഇത്രയും വെയിറ്റും വൈബ്രേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ഫുൾ മെറ്റൽ പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കെയറിംഗ് ഒക്കെ കൊടുത്ത് വെക്കേണ്ടതുണ്ട് വണ്ടി. കൃത്യമായ സർവീസൊക്കെ ചെയ്യുവാണെങ്കിൽ അധികം മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരില്ല. കംപ്ലൈൻ്റ് ആയിട്ട് ഓടുമ്പോഴാണ് കൂടുതലും മെയിൻ്റനൻസ് ഉണ്ടാകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലർ മാരുതി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു BMW വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് BMWന് മെയിൻ്റനൻസ് കൂടുതലാണ്, സർവീസ് ചാർജ് കൂടുതലാണെന്ന് പറയുന്ന പോലെയാണ് ബുള്ളറ്റ് വാങ്ങുന്നത്. ബുള്ളറ്റിന് അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്പ്ലെൻഡർ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ മെയിൻ്റനൻസേ ഉണ്ടാവുള്ളൂ. അതേസമയം ബുള്ളറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കി വേണം നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡ്യൂക്കും R15 ഒക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ എടുത്തടിച്ച് ഓടിക്കേണ്ട ഒരു സാധനമല്ലത്. മാക്സിമം ഒരു 90 സ്പീഡിനകത്ത് തന്നെ നിർത്തി ഓടിക്കുന്ന വണ്ടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്ലാസിഫയറിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. ദിൽഷാദ് അല്ലേ? ഓ, നമ്മളെ ഫോളോവറാണ് കേട്ടോ. അപ്പോൾ അടുത്ത അതെ ഓക്കെ.